നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ കാലാതീതവും ശാശ്വതവുമായൊരു ജീവിതക്രമമാണ് അല്ലേ, അതിനെയാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രായോഗിക രൂപമാണ്. അതിന് ഒറ്റ വരിയിൽ ഒരു ഡെഫിനിഷൻ പറയാം: ചിരപുരാതനം, നിത്യനൂതനം എന്ന് വെച്ചാൽ പഴക്കമാണെങ്കിൽ അതിനേക്കാൾ പഴക്കമുള്ള മറ്റൊന്നില്ല, ഇപ്പോഴും ഫ്രഷ് ആണ്. ഏറ്റവും നവീനമാണത് എന്ന് വെച്ചാൽ അതിനേക്കാൾ നവീനം മറ്റൊന്നില്ല. ഈ നിമിഷം, നമ്മൾ ഈ പറയുന്ന നിമിഷം പോലും അത് പഴമ ബാധിക്കാത്ത, കാലം ബാധിക്കാത്ത പ്രകൃതി നിയമം എന്ന് പറയുന്നത് പ്രകൃതി നിയമം അല്ലേ. ഈ സത്യം, അഹിംസ, സേവനം, ദയ, ഈ നാലുമാണ് അതിന്റെ. അല്ല, നമ്മള് ഈ ധർമ്മത്തിന്റെ നിർവചനം നമുക്ക് അങ്ങനെ ഒറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ധർമ്മത്തിന്റെ നിർവചനത്തിലേക്ക് പോകാൻ നിന്നാൽ ഇതൊക്കെ ഒരു യമണ്ടൻ, ഒരു പുത്തൻകൂറ്റുകാരൻ ഒറ്റവരിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് അതിൻ്റെ വേരെറുക്കാനുള്ള ശ്രമം ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ചു കാലമായി. അദ്ദേഹം തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റപ്പോൾ തന്നെ ഒരു ഗംഭീര പ്രസംഗം നടത്തി. അതിൽ ഈ വേരെറുക്കാനുള്ള ആക്സോ ബ്ലേഡും ടൂളും ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ ഒരു കാര്യം മറന്നുപോയി, അത് അറുക്കാൻ കൈ വേണമല്ലോ, നാവ് മാത്രം പോരാ. കൈയില്ലാതെ എന്ത് കൈപ്പണി എന്നാണ് ചോദിക്കാൻ ആരുമില്ല. കേരളത്തിൽ നിന്ന് ചോദിക്കേണ്ടി വരും. കാരണം അവിടെ ആരാണ്, ഞാനീ പറഞ്ഞത് ഉദയനിധി സ്റ്റാലിന്റെ കാര്യമാണ്. അല്ല, തമിഴ്നാട് നിയമസഭയിൽ തന്നെ ആ ചോദ്യം ഉയർന്നു കഴിഞ്ഞു. അത് പക്ഷെ ചോദിച്ചിരിക്കുന്ന BJPയുടെ ഏക MLA ആണ് അത് ചോദിച്ചിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിൻ, നമുക്കറിയാം, രാജേഷ് ജി പറഞ്ഞത് വളരെ ശരിയാണ്. നേരത്തെ പരസ്യമായിട്ട് ഈ സനാതന ധർമ്മത്തിനെതിരെ പറഞ്ഞതിൽ അവിടെ പരാതി ഉയർന്നെങ്കിലും പോലീസ് കേസെടുത്തില്ല. വൻ വിവാദമായി. അന്ന് സ്റ്റാലിൻ മുഖ്യമന്ത്രിയും ഉദയനിധി ഉപമുഖ്യമന്ത്രിയുമായി. മലേറിയ പഠനം കാരണം, കോവിഡ് വരാൻ കാരണം ഇതൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതെ, കോവിഡിനേക്കാൾ, മലേറിയേക്കാൾ, കൊതുകിനേക്കാൾ, ഡെങ്കിയേക്കാൾ മാരകമാണ്. ഇതിനെല്ലാം നമ്മൾ എന്താ പറയുക, ഈ വൈറസുകളെല്ലാം നമ്മൾ തുടച്ചു നീക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തുടച്ചു നീക്കപ്പെടേണ്ട ഒരു വൈറസാണ് സനാതന ധർമ്മം. ചെന്നൈ എന്നാണ് ലയോള കോളേജിലെ പ്രൊഡക്റ്റ് ആണ്. അതിന്റെ 1% ഗുണമെങ്കിലും അല്ല, ആ ചെന്നൈ വളരെ ഇതോടെ പറഞ്ഞു. ഞാനും തമിഴ്നാട് സ്പീക്കറും ജോസഫ് സി വിജയും ഒരു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന്. അതെ, അതുകൊണ്ട് തന്നെയാണ് ആ ലയോള കോളേജിലെ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് സനാതന ധർമ്മത്തിനെതിരെ ഇയാൾ പറഞ്ഞത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ ലയോള കോളേജിലെ മാനേജ്മെന്റ് ആരാണ് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന, ചെന്നൈ കേന്ദ്രീകരിച്ച് നടക്കുന്ന വൻ മതപരിവർത്തന ലോബിയുടെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറ പിടിച്ച് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്നത് പോലെ അന്തഛിദ്രം, നമ്മുടെ രാജ്യത്തെ പൗരന്മാരിൽ തന്നെ നോക്കൂ. ഇന്നിപ്പോൾ ഉദയനിധി സ്റ്റാലിന്, അയാൾ വാസ്തവത്തിൽ അയാളൊരു സനാതന ധർമ്മിയാണ്. പക്ഷേ അയാൾക്ക് സ്വയം അപകർഷതാബോധമുണ്ട്. അതിൽ ഞാൻ സനാതന ധർമ്മിയാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നരേറ്റീവുകൾ, ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത്. അങ്ങനെ ആ ഒരു വ്യക്തിയിൽ വളരെ ചെറുപ്പം തൊട്ടേ ആ തലച്ചോറിൽ വിഷം കുത്തിവെച്ച് അതിനെ ഒരു സനാതന ധർമ്മ വിരോധിയാക്കിയിരിക്കുന്നു. ആ വിരോധം ഇന്ന് മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. അതൊരു പുഞ്ചിരിയോടെയാണ് തുടങ്ങിയത് പ്രശ്നം. അപ്പോഴേ മനസ്സിലായി വളരെ. അല്ല, അതിപ്പോ ഈ ജോസഫ് സി വിജയ് ആണെങ്കിലും, ഈ തമിഴ്നാട് സ്പീക്കർ ആണെങ്കിലും, ഉദയനിധി സ്റ്റാലിൻ ആണെങ്കിലും ശരി, ഇവരെല്ലാം അടിസ്ഥാനപരമായിട്ട് ഈ പറഞ്ഞതുപോലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജും ലയോള കോളേജും അങ്ങനെയുള്ള ക്രിസ്ത്യൻ മിഷണറീസ് നടത്തുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തെ സ്ഥാപിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് വന്നതിൻ്റെ ഗുണമാണ്. അതാണ് അവർ കാണിക്കുന്നത്. അതേസമയം നിങ്ങൾ അണ്ണാമലയെ എടുക്കൂ. എന്തുകൊണ്ട് അണ്ണാമലയെ അങ്ങനെ പറയുന്നില്ല? എന്തുകൊണ്ട് അണ്ണാമലയെ ഇവരോട് ചേർന്നില്ല? എന്തുകൊണ്ട് അണ്ണാമലയെ BJPയെ പോലൊരു ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നു? എന്തുകൊണ്ട് ഹിന്ദുത്വ ഐഡിയോളജിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു? അതിന് കാരണം വിദ്യാഭ്യാസമാണ്. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് പാരമ്പര്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം കിട്ടി. അതുപോലെ തന്നെ വീട്ടിൽ അച്ഛനമ്മമാരിൽ നിന്ന്, മുതിർന്ന ആൾക്കാരിൽ നിന്ന് സംസ്കാരം പകർന്നു കിട്ടി. ആ സനാതനധർമ്മ, ഹൈന്ദവധർമ്മ, വൈദിക ധർമ്മ സംസ്കാരം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ തരത്തിലേക്കൊന്നും പോകാതെ അടിയുറച്ച് ഹിന്ദുത്വത്തിൽ തന്നെ നിൽക്കുന്നത്. ഇവിടെ ഇതേ സ്വഭാവമാണല്ലോ മുഖ്യമന്ത്രി സി വിജയുടെ ആ ഒരു സ്ഥാനാരോഹണത്തിലും നമുക്ക് മനസ്സിലായത്. അതായത് ഈ സനാതന ധർമ്മത്തിന് എതിരായ
വളരെ വ്യക്തമായൊരു നിലപാടായിരുന്നു സത്യപ്രതിജ്ഞയുടെ അന്ന് മുതൽ കണ്ടത്. അതേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ ബി ടീമാണ് വിജയ്. അതിനെക്കുറിച്ച് ഈ ഉദയനിധി സ്റ്റാലിൻ ഇത് പറയുമ്പോൾ വിജയ് വളരെ നിർവികാരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയും നേരത്തെ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉപമുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേ ഇത് ഈ കാര്യം പറയുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസ് നടക്കും. അതെ അതെ അതെ. പക്ഷെ ഇത് നിയമസഭയിൽ പറഞ്ഞാൽ, ഇത് നിയമസഭയിലായതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിയമസഭയിൽ എന്താ പറയാം, പരിരക്ഷയുണ്ട്. പക്ഷെ ആ പരിരക്ഷ എന്നും ജനങ്ങൾ അത് നൽകും എന്ന് കരുതണ്ട. ഇരിക്കട്ടെ, ഇത് പറയുമ്പോൾ ഈ വിജയ് വളരെ നിസ്സംഗനായിട്ടിരിക്കുകയായിരുന്നു. അവസാനം ഈ സനാതനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സനാതനധർമ്മം മക്കളിൽ ഭിന്നത സൃഷ്ടിക്കുന്നു. മക്കൾ മീൻസ് ജനങ്ങൾ. തമിഴ് ജനതയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നു. എങ്ങനെയാണ് ഈ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഈ ഭിന്നിപ്പ് സൃഷ്ടിച്ചത് ഒന്ന് ബ്രിട്ടീഷുകാരുടെ കുഴിഞ്ഞ ബുദ്ധിയും, പിന്നെ EV രാമസ്വാമി നായ്ക്കർ, പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറുടെ വൃത്തികെട്ട രാഷ്ട്രീയ പ്രൊപ്പഗണ്ടയും. അവസാനം നെഹ്റുവിന് പോലും പറയേണ്ടി വന്നു, ഈ എന്താ പറയുക, സനാതനധർമ്മത്തിൻ്റെ വലിയ വിരോധിയായ നെഹ്റു പോലും പറഞ്ഞു ഈ EV രാമസ്വാമി നായ്ക്കരെ പിടിച്ച് ഭ്രാന്താശുപത്രിയിൽ അടച്ച് ചങ്ങലക്കിടണമെന്ന്. കാരണം അത്ര വലിയ ഇതൊക്കെയാണ് ഈ പെരിയോർ പറഞ്ഞിരുന്നത്. മാത്രമല്ല, പെരിയോറിൻ്റെ കഥകൾ എന്താ പറയാൻ, വയസ്സുകാലത്ത് എണീറ്റ് നടക്കാൻ ശേഷിയില്ലായിരുന്ന സമയത്ത് മകളാകാൻ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പോലും വിവാഹം ചെയ്ത ആളാണ് EV രാമസ്വാമി നായ്ക്കർ. ഞാൻ അതിൻ്റെ ധർമാധർമ്മങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. പക്ഷെ ആ പെരിയോർ ഈ പിന്നെ രാമൻ്റെ പ്രതിമയുണ്ടാക്കി വെച്ചിട്ട് അതിൽ ചെരുപ്പുമാല അണിയിച്ച ആളാണ്. ചിദംബരം ക്ഷേത്രത്തിൽ രാമായണത്തിന് പകരം രാവണായനം എഴുതി ചിദംബരം ക്ഷേത്രത്തിൽ വെച്ച് പ്രസിദ്ധീകരിച്ച ആളാണ് EV രാമസ്വാമി നായ്ക്കർ. എനിക്ക് അദ്ദേഹത്തിനോട് പരമ പുച്ഛം തോന്നുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ, EV രാമസ്വാമി നായ്ക്കർ ഇത്രയൊക്കെ രാമനെ എഴുത്തുകയും രാമനെ മോശമായിട്ട് പറയുകയൊക്കെ ചെയ്തു. ഇവിടെ സ്വന്തം പേരിൽ നിന്ന് ആ രാമനെ ഒന്ന് എടുത്ത് താൻ EV രാമസ്വാമി നായ്ക്കർ എന്നുള്ള പേര് മാറ്റി നല്ല ഒന്നാന്തരം തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ EV രാവണസ്വാമി നായ്ക്കർ എന്ന് പേരിടണമായിരുന്നു. അതയാൾ ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാം. ഈ രാമവിരോധം എന്തിനാണ് ഈ തമിഴ് ജനതയെ, അതായത് സുവിശേഷവൽക്കരണത്തിൻ്റെ മറവിൽ, സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, അങ്ങനെ പറയുന്നതാണ് ശരി, ഈ ദ്രാവിഡ രാഷ്ട്രീയം കൊണ്ടുവന്ന്, ജാതി രാഷ്ട്രീയം കൊണ്ടുവന്ന് തമിഴ് ജനതയിൽ, വ്യക്തമായിട്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾക്കിടയിൽ രണ്ട് ചേരികൾ സൃഷ്ടിച്ചു. അത് ബ്രിട്ടീഷുകാരുടെ അതിബുദ്ധിയാണ്. ഉത്തരേന്ത്യയിൽ വിജയിക്കാത്ത തന്ത്രം, ഉത്തരേന്ത്യയിൽ അവർ ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കി. പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടെ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മതം പറഞ്ഞ് വിഘടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ജാതി പറഞ്ഞ് വിഘടിപ്പിക്കാം. അങ്ങനെ ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് വിഘടിപ്പിക്കാൻ ഈ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒരു അനന്തര ഫലമാണ്, അതിൻ്റെ ഉപോത്പന്നമാണ് EV രാമസ്വാമി നായ്ക്കർ എന്ന പെരിയോർ. വാസ്തവത്തിൽ EV രാമസ്വാമി നായ്ക്കർ അല്ല, EV രാവണസ്വാമി നായ്ക്കർ എന്നാണ് അദ്ദേഹത്തിന് പേര് ഇടേണ്ടിയിരുന്നത്. പറഞ്ഞു വന്നത് വിജയ് അവസാന നിമിഷം ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന വിജയ് പിന്നെ സനാതനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയും ഒരു തുഴക്കവും, കൈയെടുത്ത് കുമ്പിട്ട് ഒരു തുഴക്കവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ വിജയിൻ്റെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമാണ്. അതായത് വിജയ് പറയേണ്ടത് ഉദയനിധി പറഞ്ഞു, അല്ലെങ്കിൽ ഉദയനിധി പറഞ്ഞതിനെ ഉദയനിധിയുടെ ബി ടീമായ വിജയ് അനുകൂലിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ തമിഴ്നാട് നമ്മൾ കരുതുന്നത് പോലെ ശരിയാണ്, അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്, രണ്ട് ദ്രാവിഡ പാർട്ടികൾക്കും വലിയ തിരിച്ചടി കിട്ടി. ഒരു മൂന്നാമതൊരു ശക്തി അവിടെ വന്നിരിക്കുന്നു. നമുക്കറിയാം ബംഗാളിൽ എന്താണ് സംഭവിച്ചത്. 2011 CPMൻ്റെ അപ്രമാദിത്വം അവസാനിച്ചു. അവിടെ CPMനെ ഒരു തരത്തിലും പരാജയപ്പെടുത്തി. ഇതൊക്കെ കാലത്തിൻ്റെ കളിയാണ്. ഇതൊന്നും കാലം ആരെക്കൊണ്ടും കണക്ക് പറയിപ്പിക്കും. കണക്ക് പറയിപ്പിക്കാതെ കാലം അവരെ വിടില്ല. അത് വളരെ കൃത്യമാണ്. അതുമാത്രമല്ല, ഈ ക്ഷേത്ര സംസ്കാരത്തിൻ്റെ നാടാണ് തമിഴ്നാട്. തഞ്ചാവൂരായാലും മധുര മീനാക്ഷി ക്ഷേത്രമായാലും അങ്ങനെ തമിഴ്നാട്ടിലെ ഓരോ ജില്ലയിലെയും ഓരോരോ ക്ഷേത്രം, അല്ല ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട്. ഇവയിൽ ഓരോ സംസ്കാരമാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം അതിൻ്റെ തനതായ ഒരു സംഭാവന തമിഴ് മക്കൾക്ക് നൽകുന്നുമുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനത്താണ് ഈ സനാതനധർമ്മം നിരോധിക്കണമെന്ന വാദവുമായി ഈ രണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഭരണപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം വിജയ് എന്ന് പറയുന്നത്
ഒരു തേൻ പുരട്ടിയ ഒരു മാരകമായ എന്തോ ഒരു പദാർത്ഥമാണ്. ഞാനതിനെ വിഷം എന്ന് പറയുന്നില്ല, മാരകമായ പദാർത്ഥമാണ്. ഇവർ വാസ്തവത്തിൽ ഇവിടെ ഈ രണ്ട് കൂട്ടരും ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക മാത്രമല്ല, മറിച്ച് തമിഴ്നാടിനെ സമ്പൂർണ്ണമായിട്ടും ക്രൈസ്തവവൽക്കരിക്കുക സുവിശേഷത്തിലൂടെ. അങ്ങനെ ക്രൈസ്തവവൽക്കരിച്ച് കട്ടിംഗ് സൗത്ത് നടപ്പാക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. കട്ടിംഗ് സൗത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന പടനായകന്മാർ മാത്രമാണ് DMKയും ഉദയനിധി സ്റ്റാലിനും അതുപോലെ തന്നെ TVKയും വിജയും ഒക്കെ. ഇവരെല്ലാവരും വാസ്തവത്തിൽ സനാതനധർമ്മ വിരോധികളാണ്. സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ്. മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങളുമാണ്. അതും കൂടി ഓർക്കണം. പുതുമുഖങ്ങളാണ്, അല്ല ഗംഭീര ഭരണമായിരിക്കും. എല്ലാം പുതുമുഖങ്ങളാണ്. കാരണം കഴിവുള്ളവരായിരിക്കും, പക്ഷെ ഭരണ പരിചയമില്ലാത്തവരാണ്. അല്ലേ? നമ്മളിപ്പോ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമുക്കത് നടന്നിട്ട് പറയുകയാണ്. അല്ല, വരട്ടെ, മന്ത്രിമാർ വരട്ടെ, 6 മാസം കൊണ്ട് ഇത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ DMKയുടെ മന്ത്രിമാർ എന്താ വെല്ലുവിളിച്ചത്? സരസ്വതി കോവിൽ ഇടിച്ചു, പാർവതി കോവിൽ ഇടിച്ചു, ലക്ഷ്മി കോവിൽ ഇടിച്ചു, പിള്ളയാർ കോവിൽ ഇടിച്ചു. ഒരു മന്ത്രി പറയണം ഞാൻ ഇത്ര കോവിലുകൾ ഇടിച്ചു നിരത്തി ബുൾഡോസർ ഉപയോഗിച്ച്. വേറൊരു മന്ത്രി പറയണം അല്ലല്ല, ഞാനാണ് ഇത്രയും കോവിലുകൾ ഇടിച്ചു നിരത്തിയത്. ഒരു പള്ളിയെ തൊട്ടിട്ടുണ്ടോ? ഒരു മോസ്കിനെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു ചർച്ചിനെ തൊട്ടിട്ടുണ്ടോ? ഒരു മോസ്കിനെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് വളരെ കൃത്യമാണ്. അതായത് രാജ്യത്തെ വിഭജിക്കാനുള്ള തന്ത്രമാണ്. നോക്കൂ, BJP വളരെ കൃത്യമായിട്ട് ഇപ്പം ബംഗാളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഇനി ബംഗാളിനോട്ട് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഒന്നും തിരിഞ്ഞു നോക്കണ്ട. അവിടെ കൃത്യമായിട്ട് സുവേന്ദു കാര്യങ്ങൾ ചെയ്തോളും. അടുത്തത് അല്ല, കർണാടക BJPക്ക് ആ പ്രശ്നമില്ല. കർണാടക 5 കൊല്ലം കൂടുമ്പം മാറി തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് അവർ തമിഴ്നാടാണ് ലക്ഷ്യം വെക്കുന്നത്. വളരെ കൃത്യമായിട്ട് തമിഴ്നാട്ടിലേക്ക് BJP നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ ടീമും വരും. അവർ വരുന്ന 5 വർഷം കൊണ്ട് തമിഴ്നാട് പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അതിലേക്കുള്ള പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. അതിന് ഇവർ വഴിമരുന്നിടും. ഉദയനിധിയും, അതായത് അവിടുത്തെ ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ തൃപ്തിപ്പെടുത്താനും ഈ ജാതി രാഷ്ട്രീയത്തെ ഊട്ടി ഉറപ്പിക്കാനും വേണ്ടിയിട്ട് ഇവർ മത്സരിക്കും. ആര്? ഉദയനിധിയും വിജയും തമ്മിൽ. കാരണം സ്റ്റാലിൻ അപ്രസക്തനായി കഴിഞ്ഞു. ഇനി ഉദയനിധിയാണ് മുന്നിലുള്ളത്. ഉദയനിധിയാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ ഉദയനിധിയും വിജയും തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടാൻ പോകുന്നത്. ആ ഏറ്റുമുട്ടലിൽ ഈ രണ്ട് കൂട്ടരുടെയും പൊതുവായ മാനദണ്ഡം എന്ന് പറയുന്നത് സനാതനധർമ്മ വിരോധമാണ്. അത് അവർ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ ഏറ്റുമുട്ടലിൽ അങ്ങനെയാണല്ലോ, രണ്ട് ശക്തന്മാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരാൾ ജയിക്കും, മറ്റേ ആൾ പരാജയപ്പെടും. പരാജയപ്പെട്ട ആൾ തീർന്നു. പക്ഷേ ജയിച്ച ആളിന് ശക്തി ക്ഷയിക്കും. ഈ സമയത്തായിരിക്കും അവിടെ BJP കടന്നു കയറാൻ പോകുന്നത്. അണ്ണാമലയുടെ വരവ്, അതുവരെ അണ്ണാമലൈ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടാകും. അദ്ദേഹം തമിഴ്നാട്ടിൽ ഒരു പക്ഷേ കേന്ദ്രത്തിലേക്കൊക്കെ പോയി അദ്ദേഹം രാജ്യസഭയിലേക്കൊക്കെ പോയാൽ തന്നെയും തമിഴ്നാട്ടിൽ സജീവ സാന്നിധ്യമായിരിക്കും അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ വരും നാളുകൾ അണ്ണാമലൈക്കുള്ളതാണ്, BJPക്കുള്ളതാണ്. തമിഴ്നാട്ടിൽ വളരെ കൃത്യമായിട്ട് BJP മുന്നേറും. BJPയുടെ അടുത്ത ലക്ഷ്യം തമിഴ്നാട് തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. ഇനി മറ്റൊന്ന്, ഉദയനിധിക്കെതിരെ നിലവിൽ സനാതനധർമ്മത്തെ മോശപ്പെടുത്തി സംസാരിച്ചതിനെതിരെ ഒരു കേസുണ്ട്. അന്ന് കോടതി ചോദിച്ചത്, നിങ്ങൾ കലാപ ആഹ്വാനമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു വിഭാഗത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട്, അതായത് അവരെ തുടച്ചു നീക്കുമെന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിനെതിരെ, അതായത് അഹിന്ദുക്കളായ ആൾക്കാർക്ക് നിങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണ്, ആ ഹിന്ദുക്കളെ നിങ്ങൾ ഈ രാജ്യത്തുനിന്ന് തുടച്ചു നീക്കൂ എന്ന്. അതൊരു കലാപാഹ്വാനമാണ്. തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അത് വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് കോടതി ഈ കേസ് എടുക്കുമ്പോൾ തന്നെ പ്രഥമദൃഷ്ടിയാ ഈ പരാതിയിൽ കഴമ്പുണ്ട്, അതുകൊണ്ട് കേസ് എടുക്കണം എന്ന് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ആ കേസ് പോലീസ് അന്വേഷിച്ച് അതിൻ്റെ തുടർ നടപടികൾ നടക്കട്ടെ. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഉദയനിധി വാസ്തവത്തിൽ ഈ വിജയുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഈ രണ്ടിലൊരാളിൻ്റെ ശക്തി ക്ഷയിച്ചേ മതിയാവൂ. അതാരാണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവിടേക്ക് കൃത്യമായിട്ട് BJPയുടെ ഒരു പ്രവേശനമുണ്ടാകും. അതിന് BJP കൃത്യമായി തമിഴ്നാട്ടിനെ ഒരുക്കിയെടുക്കുന്നുണ്ട്. തമിഴ് മണ്ണിനെ
BJPക്ക് അനുകൂലമായ ഒരു വളക്കൂറുള്ള ഒരു മണ്ണാക്കി മാറ്റുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ BJP സംഘപരിവാർ ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അവർ ചെയ്തുകൊള്ളും. നമുക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച മുഴുവൻ ആൾക്കാരും ഇന്നുവരെ സ്വയം നശിക്കുക മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. സനാതനധർമ്മത്തിൻ്റെ ഒരു രോമത്തിന് പോലും എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടാക്കാൻ അവരെ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ലോക സത്യമാണ്, പ്രപഞ്ച സത്യമാണ്. അത് ഉദയനിധി ഈ ജന്മത്തിൽ മനസ്സിലാക്കുമോ എന്ന് എനിക്കറിയില്ല. അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. സനാതനധർമ്മം തല ഉയർത്തി ലോകം മുഴുവനും ഭരിക്കുന്നത് ആ ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ അത് ലോകത്ത് നിലനിൽക്കുകയും ചെയ്യും. അത് ദൈവികമായ ഈശ്വരീയമായ ധർമ്മമാണ്. അതുകൊണ്ട് അത് നിലനിൽക്കുകയും ചെയ്യും. അതിനെ നശിപ്പിക്കാൻ ഉദയനിധിക്കോ അച്ഛൻ സ്റ്റാലിനോ അയാളുടെ അച്ഛൻ കരുണാനിധിക്കോ ഇവരുടെ എല്ലാം അപ്പോസ്തലനായ EV രാമസ്വാമി നായ്ക്കർക്കോ ബ്രിട്ടീഷ് മിഷണറിമാർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം ഇനിയെങ്കിലും തിരിച്ചറിയുക.